എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഈ സംഭവത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറേ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തില്ല. ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ? ഒന്ന് പാർട്ടി സഖാക്കളാണ്, പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത്. രണ്ടാരാ? ന്യൂനപക്ഷങ്ങളാണ്. ആരാ പല പോലീസ് സ്റ്റേഷനിലും കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന വർഗ്ഗങ്ങൾ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് കൊടുത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ സാജിദ് സ്കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശിയുമായി ഞാൻ പാടെ അകന്നു. അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളിമാറ്റി. ചെറിയ വിഷയങ്ങളുണ്ടായി. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേ ദിവസം നവകേരള സദസ്സ് പാലക്കാടാണ്. അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്താണ് ഈ യൂട്യൂബറെ സഖാക്കൾ കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രി പറഞ്ഞു, 10,000-ഓളം ആളുകൾ വന്നിട്ടുണ്ട്, 8,000-ഓളം പരാതി കിട്ടിയിട്ടുണ്ട്, അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും 11 സഖാക്കളുടെ പേരിൽ കേസെടുത്തു. എന്താ കേസ്? റോബറി, കളവ് കേസ്. SFIയുടെ ജില്ലാ ഭാരവാഹികൾ ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ്. എത്ര ദിവസം റിമാൻഡ് ചെയ്തു? ഈ വിഷയത്തിന് വേണ്ടി ശശിയെ അനവധി തവണ നിയമം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഈ ADGP വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന RSS വൽക്കരണം, ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തൽ. ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു. ഞാനും ഇവരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ നടക്കുകയായിരുന്നു. ഞാനിവരെ പിന്നാലെ പോയിരുന്നു. അതിനാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത്. അവിടെ ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ താന്തോന്യത്വത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെന്തായി? ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം. വേറൊരാൾ പരാതി കൊടുത്തിരുന്നു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു SP-ക്ക്. അപ്പോഴേക്കൊരു 23 ദിവസമായിരിക്കുന്ന ഒരു വിവരമില്ല. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു, SP ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ, ഈ പരാതിയുടെ മുകളിൽ എന്തെങ്കിലും നടപടി എടുത്തോ? ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി. ഈ മുറിച്ച മരത്തിൻ്റെ കുറ്റിയൊന്ന് കാണണ്ടേ? അത് കാണാൻ പോയി. പോലീസ് തടുത്തു, നിങ്ങൾക്കറിയാം. പിറ്റേ ദിവസം ഞാൻ അവിടെ കുത്തിയിരുന്നു, വാർത്തയായി. അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ CPM ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു, പാർട്ടി സെക്രട്ടറി, നിങ്ങൾ പെട്ടെന്ന് വരണം, മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 12 മണി വരെ ഇരിക്കുന്ന പത്രക്കാരോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വരെ DCS എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി. 12 മണിക്ക് ശേഷം DCS കണ്ടു. പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഇതാണ്, പോലീസിൻ്റെ നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോകാം, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 12:45. അപ്പോൾ ഞാൻ പറഞ്ഞു, ജുമയ്ക്ക് പോകണം, വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, CM-ൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാൽ DCS ഞാൻ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണമെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി? അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി? ഉത്തരവിട്ടു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ്? പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിന് ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബ്ബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്? പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ചെടുക്കില്ല. അല്ലോ ആശ്വാസമായല്ലോ. പടച്ചോനെ, ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മായേശ്വരൊക്കെ അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ
ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല, തിരക്കടില്ല, പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നത്. സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SITയുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30ക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. 12:30ക്ക് ഞാൻ ചെല്ലുന്നു. സി എം മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ സി എം ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന സി എമ്മിൻ്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ സി എമ്മിന് കൊടുക്കുകയാണ്. സി എം വളരെ റിലാക്സ് ചെയ്തിരുന്നിടത്ത് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ എന്നെ അങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളുടെ നിലക്ക്, അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്, ഇതിന് സ്വാഭാവികമല്ല. അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു, അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും സി എമ്മിനോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല സി എം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സി എം 5-8 മാസം മുമ്പ് സി എമ്മിനോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, സി എം സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. സി എമ്മിന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻ സ്കറിയയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സി എമ്മിനെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഇവർ ആ സാജൻ സ്കറിയയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസാലയിൽ നിന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാൻ. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ. അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്.